ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഫോണ്ടൻറ്റ് കൊണ്ട് എങ്ങനെ ഒരു ബ്രൈഡ് ആൻഡ് ഗ്രൂം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഫോണ്ടൻറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ആ ഫോണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോണ്ടൻറ്റിൻ്റെ ഒരു റെസിപ്പിയും കൂടിയായിരുന്നു അത്. അപ്പോൾ അതിൽ ഒത്തിരി പേർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക. അപ്പോൾ ആദ്യത്തെ ഡൗട്ട് എന്ന് പറയുന്നത് ഈ ഫോണ്ടൻറ്റ് എത്ര ഡേയ്സ് വരെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഫോണ്ടൻറ്റ് 4 വീക്ക് വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ പുറത്താണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്, റൂം ടെമ്പറേച്ചറിൽ. ഇതെങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ളത് ഞാൻ ഫോണ്ടൻറ്റിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാനൊരു വൈറ്റ് കവറിൽ ഞാനത് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എയർ ടൈറ്റൻ ബോക്സിലാക്കിയിട്ടാണ് ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ എയർ ടൈറ്റൻ ബോക്സിലാക്കിയിട്ട് ഒരു 4 വീക്ക് വരെ നിങ്ങൾക്ക് പുറത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഫ്രിഡ്ജിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 മന്ത് വരെയൊക്കെ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. പക്ഷേ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ടൈമിൽ അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം പോലെ മെൽറ്റ് ആവുന്ന പോലെ നമുക്ക് ഫോണ്ടൻറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ കുറച്ച് കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങൾ അതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ മതി. അതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ ഫോണ്ടൻറ്റിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ പുറത്ത് സ്റ്റോർ ചെയ്യുന്നതാണ്. പുറത്ത് 4 വീക്ക് വരെയൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ പുറത്ത് സ്റ്റോർ ചെയ്യുന്നതാണ്. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അത് മെൽറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ടെക്സ്ചറും കിട്ടില്ല. അപ്പോൾ പുറത്ത് സ്റ്റോർ ചെയ്യാം. പിന്നെയുള്ള ഡൗട്ട് എന്ന് പറയുന്നത് CMC പൗഡർ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതുവരെ CMC പൗഡർ യൂസ് ചെയ്തിട്ടില്ല. CMC പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോണ്ടൻറ്റ് ഒന്ന് ഹാർഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് CMC പൗഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള പിക്ചേഴ്സ് എല്ലാം ഞാൻ CMC പൗഡർ യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഡെക്കറേഷൻസാണ്. അപ്പോൾ CMC പൗഡർ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഇത്രയും നല്ല ഈ ഫോട്ടോസിൽ കാണിച്ചിട്ടുള്ള ഇത്രയും നല്ല ഡെക്കറേഷൻസൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒത്തിരി പേര് അത് കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ അതുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു CMC പൗഡർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ടൗണിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവരൊന്നും സ്റ്റോക്കില്ല. ഇപ്പോൾ ഈ കൊറോണൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് അവിടെ ഒന്നും സ്റ്റോക്കില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതുകൊണ്ടുള്ളൊരു വീഡിയോയും കൂടെ ഷെയർ ചെയ്ത് തരാം. CMC പൗഡർ യൂസ് ചെയ്യാതെ ഫോണ്ടൻറ്റ് എങ്ങനെ ഹാർഡായിട്ട് കിട്ടുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ബ്രൈഡ് ആൻഡ് ഗ്രൂം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആദ്യം ഞാനിവിടെ ക്രീം കളറിലുള്ളൊരു ഫോണ്ടൻ്റാണ് എടുത്തിട്ടുള്ളത്. ഫോണ്ടൻ്റ് എങ്ങനെയാണ് കളർ ചെയ്യുക എന്നുള്ളത് ഞാൻ ഫോണ്ടൻ്റെ റെസിപ്പിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇനി ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹെഡാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് കോൺഫ്ലോറിൻ്റെ പൊടി വിതറിയിട്ട് അതിൻ്റെ മുകളിലാണ് ഞാനിത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചെറുതായിട്ടുള്ള ഒട്ടലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു ഹെഡും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 ഹെഡും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു വൈറ്റ് ഫോണ്ടൻറ്റും ക്രീം ഫോണ്ടൻറ്റും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തങ്ങാണ്ടൊന്ന് ഉരുട്ടിയെടുക്കാം. പിന്നെയുള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഫോണ്ടൻറ്റിലേക്ക് ലിക്വിഡ് കളർ യൂസ് ചെയ്യാൻ പറ്റുമോ, പൗഡർ കളർ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലിക്വിഡ് കളർ യൂസ് ചെയ്യാം, ജെൽ കളർ യൂസ് ചെയ്യാം, പൗഡർ കളർ യൂസ് ചെയ്യാം. എല്ലാ കളേഴ്സും യൂസ് ചെയ്യാം, എല്ലാ ഫുഡ് കളേഴ്സും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പൗഡർ കളർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബിരിയാണിയിലേക്കും അതുപോലെ ചിക്കനിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന റെഡ്, യെല്ലോ ഫുഡ് കളേഴ്സൊക്കെ ഉണ്ട്. അതൊന്നും യൂസ് ചെയ്യരുത്. അതിനൊക്കെ ഒരു സോൾട്ടി ടേസ്റ്റാണുള്ളത്. അപ്പോൾ നമ്മൾ ഫോണ്ടൻറ്റിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അത് യൂസ് ചെയ്യാതെ കേക്കിനായിട്ടുള്ള ഒരു പൗഡർ കളേഴ്സ് ഉണ്ട്, അത് യൂസ് ചെയ്യുക. ലിക്വിഡ് കളർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫ്ലോറിൻ്റെ പൊടി ഇട്ടിങ്ങാണ്ട് ഒന്നും കൂടെ കുഴച്ചെടുത്താൽ മതി. ഈ ഒരു ഷേപ്പിലാക്കിയിട്ടാണ് ഇത് എടുക്കേണ്ടത്. അപ്പോൾ ഈ സെയിം ഷേപ്പിൽ തന്നെ ഞാനൊരു വൈറ്റ് ഫോണ്ടൻറ്റും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
ഇനി ഞാൻ വൈറ്റ് ഫോണ്ടൻറ്റ് പരത്തിയിട്ട് ഇതുപോലെ ഒരു ഷീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രൈഡിന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് ബ്രൈഡിൻ്റെ ഡ്രസ്സിൻ്റെ നെക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. CNC പൗഡർ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഫോണ്ടൻറ്റ് ഹാർഡായിട്ട് കിട്ടും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫോണ്ടൻറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ 2 ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്യണം. അതായത് മറ്റന്നാളാണ് നിങ്ങൾക്ക് കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഫോണ്ടൻറ്റ് ഉണ്ടാക്കി വെക്കണം. ഇന്ന് നൈറ്റ് ഫോണ്ടൻറ്റ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നാളെ നിങ്ങൾ ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് ആ ഫോണ്ടൻറ്റ് ഡെക്കറേറ്റ് ചെയ്യേണ്ടത് ആ ഷേപ്സൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോണ്ടൻറ്റ് ഒരു എയർ അടക്കുന്ന ഒരു ബോക്സിലാക്കി വെക്കുക. അതായത് ബോക്സ് ഓപ്പൺ ചെയ്ത് വെച്ചാലും മതി. എന്നിട്ട് മറ്റന്നാൾ നിങ്ങൾ നോക്കുമ്പോൾ പുറത്തത്തെ എയറൊക്കെ തട്ടിയിട്ട് ഇത് ഹാർഡായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ CNC പൗഡർ യൂസ് ചെയ്യാതെ നമുക്ക് ഇങ്ങനെ ഹാർഡാക്കി എടുക്കാം ഫോണ്ടൻറ്റിനെ. എന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഈ ഫോണ്ടൻറ്റ് കേക്കിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പുറത്തേക്ക് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ഒരു അരമണിക്കൂർ മുന്നെയാണ് നിങ്ങൾ കേക്കിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ കേക്കിലേക്ക് ഈ ഫോണ്ടൻറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കേക്ക് ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ചാൽ ഈ ഡെക്കറേഷൻസൊക്കെ മെൽറ്റായി പോവും. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെയുള്ളൂ ഈ ഫോണ്ടൻറ്റ് കേക്കിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുക. അപ്പോൾ അതും കൂടെ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എനിക്ക് ഈ കേക്കിൻ്റെ ഓർഡർ നാളെയാണ്. ഞാൻ ഇന്നാണ് ബ്രൈഡ് ആൻഡ് ഗ്രൂം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോണ്ടൻറ്റ് ഡെക്കറേഷൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുക. ഈ നാളെ ആകുമ്പോഴത്തേക്കും ഈ ബ്രൈഡ് ആൻഡ് ഗ്രൂം കുറച്ച് ഹാർഡായിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഞാനിത് കേക്കിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുള്ളൂ. നമുക്ക് ബ്രൈഡിൻ്റെ ഡ്രസ്സ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തിന്നായിട്ടുള്ള ഒരു ഫോണ്ടൻറ്റ് എടുത്തിട്ട് നമുക്ക് ബ്രൈഡിൻ്റെ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ ചെറിയൊരു വൈറ്റ് ഫ്ലവറും കൂടെ അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോഴേ നമ്മൾ ബ്രൈഡിൻ്റെ ഡ്രസ്സിന് ഒരു ഡിസൈൻ കിട്ടുള്ളൂ. ഇപ്പോൾ ബ്രൈഡിൻ്റെ ഡ്രസ്സ് ഇവിടെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൂമിൻ്റെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഒരു ഫോണ്ടൻറ്റ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഗ്രൂമിൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കണം. പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫോണ്ടൻറ്റ് റെസിപ്പിയിൽ ജലാറ്റിന് പകരം ചൈന ഗ്രാസ് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ജലാറ്റിനാവുമ്പോൾ നമുക്ക് പൗഡറായിട്ടാണ് കിട്ടുന്നത്. അതുപോലെ അത് പെട്ടെന്ന് മെൽറ്റായിട്ടും കിട്ടും. നല്ല പെർഫെക്റ്റായിട്ട് അത് മെൽറ്റായിട്ട് കിട്ടും ചെയ്യും. ചൈന ഗ്രാസ് ആവുമ്പോൾ നമുക്ക് അത്രയും പെർഫെക്റ്റായിട്ടത് മെൽറ്റായിട്ട് കിട്ടില്ല. അപ്പം ചൈന ഗ്രാസ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നന്നായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് വെള്ളം പോലെ അത് മെൽറ്റായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മെൽറ്റാക്കിയതിന് ശേഷം നിങ്ങൾ ചൈന ഗ്രാസ് യൂസ് ചെയ്യാം. പിന്നത്തെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമുക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അതിലാകെ 1 ടീസ്പൂണേ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് യൂസ് ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുഴപ്പമൊന്നുമില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോണ്ടൻറ്റ് കിട്ടും. പിന്നെ സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് കോക്കനട്ട് ഓയിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് ഗ്രൂമിന് ടൈ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറിലുള്ളൊരു ടൈ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രൂമിൽ ഒട്ടിച്ചു വെക്കാം. പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഫോണ്ടൻറ്റ് പൊടിഞ്ഞു പോകുന്നുണ്ട്, അതെന്തുകൊണ്ടാണെന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഐസിങ് ഷുഗർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫൈനായിട്ട് അത് പൊടിക്കണം. അപ്പോൾ ഐസിങ് ഷുഗർ നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലെ ഫോണ്ടൻറ്റ് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഐസിങ് ഷുഗർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതുപോലെ ഫോണ്ടൻറ്റ് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നിങ്ങൾ ഐസിങ് ഷുഗർ നന്നായിട്ട് ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുത്തതിന് ശേഷം മാത്രം ഫോണ്ടൻറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുക. പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഫോണ്ടൻറ്റ് നല്ല ഹാർഡായിട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ നിങ്ങൾ ഫോണ്ടൻറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുഴക്കുമ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നല്ലൊരു കവറിലാക്കി നന്നായിട്ട് പൊതിഞ്ഞിട്ട് എയർ ടൈറ്റ് ബോക്സിലാക്കി വെക്കണം. അപ്പോൾ എയർ തട്ടിയാലും ഇത് നന്നായിട്ട് ഹാർഡായിട്ട് മാറും. ഇനി നിങ്ങൾക്ക് ഹാർഡായിട്ട് തന്നെ കിട്ടുന്നതെങ്കിൽ നിങ്ങളത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഞാൻ ഈ ഗ്രൂമിന് ഒരു കോട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 3 കോട്ടാണ് ഞാൻ ഈ ഗ്രൂമിന് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് കോട്ടാണ്. പിന്നത്തെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് കളർ ചെയ്തു വെച്ച ഫോണ്ടൻറ്റ് എത്ര ഡേയ്സ് വരെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. അതും 4 വീക്സ് വരെ നമുക്ക് പുറത്ത് എയർ കിടക്കാത്ത ഒരു കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിച്ച് വെക്കാം. പിന്നെ നിങ്ങൾ എയർ കിടക്കാത്ത കണ്ടെയ്നറിൽ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ ഫോണ്ടൻറ്റ് എടുക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ അതിലേക്ക് വെള്ളമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിലേക്ക് ചേരാതെ നോക്കണം. അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഈ 4 വീക്സ് വരെ ഒന്നും അത് നിൽക്കില്ല. അപ്പോൾ പെട്ടെന്ന് കേട് വരും. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് അത് സ്റ്റോർ ചെയ്യുക. പിന്നെ ഒരു ഡൗട്ട് എന്നുള്ളത് കോൺ സിറപ്പ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സിറപ്പ് യൂസ് ചെയ്യാതെ ഫോണ്ടൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കോൺ സിറപ്പ് മസ്റ്റാണ് ഫോണ്ടൻറ്റ് ഉണ്ടാക്കുന്നതിൽ, അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കോൺ സിറപ്പ് വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നുള്ളൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഫോണ്ടൻറ്റ് ഡെക്കറേഷൻസ് വിപ്പിംഗ് ക്രീമിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോണ്ടൻറ്റ് ഡെക്കറേഷൻ വിപ്പിംഗ് ക്രീമിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ബ്രൈഡ് ആൻഡ് ഗ്രൂം മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് നമ്മൾ ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ടാണ് വിപ്പിംഗ് ക്രീമിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. അല്ലാതെ തന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഗ്രൂമിൻ്റെ 3rd കോട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഹെഡിൽ നമുക്ക് ഐസ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഫുഡ് കളർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഐസ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫുഡ് കളർ പെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ച് വരച്ചു കൊടുത്താലും മതി. അപ്പോൾ എനിക്ക് ഇവിടുത്തെ മാർക്കറ്റിലൊന്നും അത് അവൈലബിൾ അല്ല. അപ്പോൾ എനിക്കത് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്കത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലത്തെ ഒന്ന് മേടിച്ചിട്ട് ഫുഡ് കളർ പെന്ന് യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുത്താലും മതി. പിന്നെ കേക്ക് ഫുള്ളായിട്ട് ഫോണ്ടൻറ്റ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്യണം. അപ്പോൾ അതും ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്രൈഡിനും ഗ്രൂമിനും ഹെയർ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ കളറിലുള്ള ഒരു ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഹെഡ് ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം.
ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഹെഡ് ഞാനിവിടെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബ്രൈഡിന് ഒരു വയലറ്റ് കളറിലുള്ള ഒരു ഫോണ്ടൻ ഫ്ലവറും കൂടെ ഹെയറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോണ്ടൻ്റ് കൊണ്ടുള്ള ബ്രൈഡ് ആൻഡ് ഗ്രൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോസിലായിട്ട് ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതുപോലത്തെ ഫോണ്ടൻ ഡെക്കറേഷൻ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.